ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ നീറ്റ് 2026 ഫെയിലായി എന്നുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഇത് പറയണമെങ്കിൽ കുറച്ച് ലെങ്തിയാണ്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഥയായിട്ട് തന്നെ പറയേണ്ടി വരും, അല്ലെങ്കിൽ ഇതൊരു ഗുമ്മുണ്ടാവില്ല, കേൾക്കണവർക്ക് രസം ഉണ്ടാവില്ല. സോ ഞാൻ ഒരു 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് ഞാനിങ്ങനെ നീറ്റ് എക്സാം ഉണ്ട്. ആ സമയത്ത് ഇങ്ങനെ ഞാൻ ഒരു കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്നാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ നീറ്റ് എന്ന് പറഞ്ഞൊരു കോച്ചിങ് ഉണ്ട്, അത് ചെയ്താലാണ് നമുക്ക് ഡോക്ടറാകാൻ പറ്റുക എന്നുള്ളതൊക്കെ. അന്ന് ഡോക്ടറാവാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ ചോദിച്ചു കഴിയുമ്പോൾ അങ്ങനെയല്ല, കുറേ സാലറി കിട്ടും, അങ്ങനത്തെ ഒരു സംഭവമില്ലേ ആ ഒരു സമയത്ത്, അതൊക്കെയാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു നീറ്റ്. എനിക്ക് ആർമി ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എനിക്ക് അതൊക്കെ എൻ്റെ അച്ഛനും ആർമിയിലുള്ള ഒരാളായിരുന്നു. സോ എനിക്ക് ആർമി ഡോക്ടർ ആവണം എന്നൊക്കെ അന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു. ഞാൻ സ്റ്റേറ്റ് സിലബസാണ് പഠിച്ചു, എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയി. ലൈക്ക് അന്ന് അതാണല്ലോ എല്ലാവരും, നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കൾ ഫുൾ A+ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഭയങ്കര വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹൈപ്പൊക്കെ കയറ്റി. അപ്പോൾ ഞാനെന്തോ വലിയ സംഭവം എന്നുള്ളത് ഞാൻ തന്നെ തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനെ ഇരുന്നിട്ട് ഞാൻ 10 അതായത് +1 ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ചേർന്നു. എന്നിട്ട് ഓൺലൈനായിട്ട് കോച്ചിങ് എടുത്തു. ലൈക്ക് +1 എനിക്ക് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ലൈക്ക് എങ്ങനെ പഠിക്കണ്ടേ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിനൊരു രീതി ഉണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ബോർഡ് എക്സാമിനും അല്ലെങ്കിൽ 10th വരെ എങ്ങനെയാണ് പഠിച്ച എക്സാമിനൊക്കെ അതേമാതിരി ജസ്റ്റ് നീറ്റിനും പഠിച്ചു. അത് വർക്കാവില്ലല്ലോ. അങ്ങനെ +2 ഞാൻ കോച്ചിങ് കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് ഞാൻ കണ്ടവനും ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു, എങ്കിലും ഞാൻ എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് ഞാൻ +2 സിലബസൊക്കെ കംപ്ലീറ്റ് ചെയ്തു കോച്ചിങ്ങിൽ. എന്നിട്ട് ഞാൻ നീറ്റ് 2025 ഞാൻ ഫസ്റ്റ് ആയിട്ട് എഴുതുന്നത് നീറ്റ് എക്സാം. അതിലെനിക്ക് അറൗണ്ട് 304 എൻ്റെ ഓർമ്മ, 304 സംതിങ് ആണ് എൻ്റെ സ്കോർ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അപ്പോഴും എല്ലാവരും ഭയങ്കര മോട്ടിവേഷനായിരുന്നു. നീ അങ്ങനെ ഭയങ്കര കോച്ചിങ് ഒന്നും എത്ര ബാക്ക്ലോഗ്സ് ഒക്കെ കണ്ടിട്ട് 304 കിട്ടിയില്ലേ, അപ്പോൾ നിനക്ക് എന്തായാലും അടുത്ത നീറ്റ് എഴുതിയാൽ പക്ക, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് അത് കഴിഞ്ഞിട്ട് നീറ്റിന് പോയി ജോയിൻ ചെയ്തു. ഫസ്റ്റത്തെ ഒരു 4 മാസമൊക്കെ ഇറ്റ് വാസ് സോ കൂൾ. ലൈക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിലും. മോഡൽ എക്സാം മീൻസ് അവിടുത്തെ ഇങ്ങനെ എക്സാംസ് ഒക്കെ നടത്തുമല്ലോ. ഞാൻ പഠിച്ചത് സൈലത്തിലാണ്, അപ്പോൾ അവിടെ ഞങ്ങൾക്ക് GIBs ആയിരുന്നു ഞങ്ങളുടെ എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നല്ല സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ LMRP ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് എനിക്ക് പഠിക്കാനേ അറിയാമായിരുന്നു, ബട്ട് റിവൈസ് എനിക്ക് തീരെ അറിയില്ലായിരുന്നു. റിവിഷനാണ് നമ്മുടെ മെയിൻ. അപ്പോൾ ഒരു പോയിന്റ് കിട്ടി, നീറ്റ് ഞാൻ ഫെയിലാവുള്ളൊരു കാരണം മര്യാദയ്ക്ക് ഞാൻ റിവൈസ് ചെയ്തിട്ടില്ല കാര്യങ്ങൾ. ഞാൻ എപ്പോൾ പഠിക്കുമ്പോൾ ഞാൻ അടിപൊളിയായിട്ട് പഠിച്ചു പോയിരുന്നു, ബട്ട് ഞാനിതൊന്ന് റിവൈസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അധികമൊന്നും. ഞാൻ എക്സാം വരുന്നു, എന്തൊക്കെയോ ഹർബറിയിൽ കുറേ നോക്കുന്നു. ലൈക്ക് ഫസ്റ്റ് GIBs ഒക്കെ കുറച്ച് ഈസി ആയിരുന്നു സംഭവം. അപ്പോൾ പിന്നെ അത്യാവശ്യമൊക്കെ കിട്ടുന്നു, ലൈക്ക് എക്വേഷൻ വെച്ചിട്ടൊക്കെ നമ്മൾ അടിപൊളിയാക്കി. പിന്നെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരാണ്, എനിക്ക് കെമിസ്ട്രി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു വിഷയമാണ്, ബട്ട് ഞാൻ ബുദ്ധിമുട്ടാണ്, എനിക്കിത് പറ്റില്ല എന്നൊക്കെ പറയാൻ കുറേ മാറ്റി വെച്ചു. അപ്പോൾ അതെനിക്ക് വളരെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് നീറ്റ് എക്സാം എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മോഡൽ എക്സാം ഒക്കെ ഉണ്ടാവില്ല ഫുൾ ടോപ്പിക്ക്. അതായത് ബയോളജിയും കെമിസ്ട്രിയാണ് നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുക. ലൈക്ക് ഫിസിക്സിൻ്റെ പേപ്പർ ഒട്ടുമിക്ക പേപ്പറും ടഫാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ബയോളജിയും കെമിസ്ട്രിയാണ് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനധികം ഇത് പഠിച്ചിട്ടില്ല. അപ്പോൾ ബയോളജി ഞാൻ അത്യാവശ്യം നോക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ കെമിസ്ട്രി അധികം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് കെമിസ്ട്രിയിലൊക്കെ അങ്ങനെ മാർക്ക് കുറയാൻ തുടങ്ങി. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് അതൊക്കെ പഠിച്ചെടുത്ത് അത്യാവശ്യം റേഞ്ചിലെത്തി. ആ സമയത്ത് ബയോളജി ഫിസിക്സും കഴിഞ്ഞു പോകും. ഈ ഒരു അവസ്ഥയെ, അതായത് എനിക്ക് മരിക്ക് റിവൈസ് ചെയ്യാൻ അറിയില്ല. ഇത് മൂന്നും കൂടി കൊണ്ടുപോകണം. പിന്നെ പറയാനുള്ളൊരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി വേണം. അതായത് ആദ്യത്തെ 4 മാസമൊക്കെ ആദ്യത്തെ 2 മാസമൊക്കെ നിങ്ങൾ ഭയങ്കര ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് അത് ഗൈഡ് നോക്കി ഈ ഗൈഡ് നോക്കി അത് MTG മേടിക്കണോ ആ ഗൈഡ് മേടിക്കണോ, അപ്പോൾ അപ്പുറത്തെ ആൾ പറയണോ അതല്ല അത് മറ്റേ ഗൈഡാണ് നല്ലത്, അങ്ങനെ പറഞ്ഞ് കണ്ടവനും ഗൈഡും സോൾവ് ചെയ്യേണ്ട ഇതില്ല. നമ്മൾ ഒരു മെറ്റീരിയൽ അത് തന്നെ ഫോക്കസ് ചെയ്ത് പോയാൽ മതി. നമ്മൾ കണ്ടമാനം ഗൈഡ് എടുക്കുന്ന സോൾവ് ചെയ്യാന്നൊക്കെ പറയണത് ലൈക്ക് ആദ്യമൊക്കെ പോസിബിളാണ്. ഫസ്റ്റത്തെ ഒരു മാസം ചിലപ്പോൾ കുറച്ച് ചാപ്റ്റേഴ്സ് അല്ലേ എടുക്കുള്ളൂ. പക്ഷെ പിന്നീട് വരുന്ന ദിവസങ്ങളിൽ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുകയും ലൈക്ക് നമുക്കത് സോൾവ് ചെയ്തെടുക്കാവുന്ന ടൈമൊക്കെ കുറയില്ല. അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് ടെൻഷൻ വരും, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ. അത് വേറൊരു സൈഡ്. ഞാനത് പറയാൻ അർഹനാണോ എന്ന് എനിക്കറിയില്ല, കാരണം ഇത് ഫെയിലായിട്ടൊരു വ്യക്തിയാണ്. എന്നിട്ട് ഞാൻ നീറ്റ് ഇതുപോലെ ഞാൻ ഒട്ടും കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല. ലൈക്ക് ഞാൻ ആദ്യത്തെ ചിലപ്പോൾ ഞാൻ ഒരു 2-3 ദിവസം ഞാൻ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 2 ദിവസം ഞാൻ ഒന്നും പഠിക്കില്ല. ആ ലെവലൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. ആ ഒരു ഇത് പോവുമല്ലോ. അപ്പോൾ നമ്മൾ അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പഠിക്കേണ്ട ഒരു ദിവസം 6 മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും 6 മണിക്കൂർ നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം നിങ്ങൾ ചെയ്യണ വർക്കിൽ. പിന്നെ നിങ്ങൾക്കൊരു സ്ട്രാറ്റജി നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ പിന്നെ അതിൽ തന്നെ മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആവുക. ഇതിങ്ങനെ നല്ലൊരു ഉപദേശമാണോ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇത്. അതായത് കണ്ടമാന സ്ട്രാറ്റജി അവരിന്ന് ഇവിടുന്നൊക്കെ കേട്ട് ഒരെണ്ണം സ്ട്രിക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക.
അതായത് നിങ്ങൾക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് ചെറിയ രീതിക്കൊക്കെ, പക്ഷേ കംപ്ലീറ്റ്ലി സ്ട്രാറ്റജി മാറ്റി കളിക്കേണ്ട സംഭവം ഉണ്ടല്ലോ, ആ സ്ട്രാറ്റജീസ് അത് ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കില്ല. ലൈക്ക് നിങ്ങൾക്ക് ഒരെണ്ണം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സെറ്റായിരുന്നെങ്കിൽ പിന്നെ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ അടുത്തത് പറയാനുള്ളത്, നിങ്ങൾ ഈ കണ്ടമാനം പ്ലാനുകൾ വെച്ചുകൊണ്ടിരിക്കരുത്. അതായത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണത്. ഞാനിപ്പോൾ നീറ്റിന് ഇപ്പോൾ LMRP ഒക്കെ മാർക്ക് കുറയാൻ തുടങ്ങി, കാരണം എനിക്ക് റിവൈസ് ചെയ്തെത്താൻ പറ്റാണ്ട്. ആ സമയത്ത് ഞാൻ എന്തായാലും സാധനം വിചാരിച്ചു എനിക്ക് നീറ്റ് കിട്ടാൻ പോലില്ല. ലൈക്ക് എനിക്ക് ഫസ്റ്റത്തെ ഒരു എക്സാമിനൊക്കെ ഒരു 500 എബോവ് ഒക്കെ മാർക്ക് അത്യാവശ്യം സ്കോർ ചെയ്യുന്ന ഒരാൾക്ക് വേഗം 400 റേഞ്ചും 300 റേഞ്ചൊക്കെ മാർക്കാവാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിച്ചു അത് കിട്ടില്ല, ലൈക്ക് വേറെ കോഴ്സ് എടുക്കണം എന്നൊക്കെ വെച്ചിട്ട് ഞാൻ എഞ്ചിനീയറിങ്ങും അങ്ങനെ ഒട്ടുമിക്ക എല്ലാം നോക്കി, BSc അങ്ങനത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി എഞ്ചിനീയറിംഗ് കുറേ ഇങ്ങനെ തപ്പി നടന്നു. അത് ആലോചിക്കണം, നിങ്ങൾക്ക് നീറ്റ് എക്സാമാണ് അത് കഴിഞ്ഞിട്ട്. ആ സമയത്തൊക്കെയാണ് ഞാൻ തപ്പി നടക്കുന്നത് കിട്ടിയില്ലെങ്കിൽ. അതായത് അപ്പോഴേ ഞാൻ ഇത് ഉറപ്പിച്ച് എനിക്ക് കിട്ടില്ല എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഒരു പ്ലാൻ അതിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് MBBS അത്ര ഇഷ്ടമുള്ള കാരണം നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ലല്ലോ സ്വാഭാവികമായിട്ടും. പിന്നെ നിങ്ങൾ ആ പ്ലാനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ക്ലാസ് കാണുക, പഠിക്കുക, മാർക്ക് കുറയണത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ആ സമയത്ത് മാർക്ക് മാറ്റർ ചെയ്യും, കുറച്ചൊക്കെ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമല്ലോ. പക്ഷെ അത് കുറേ അത് പിന്നെ ഈഗോ, ഈ ഫ്രണ്ട്സായിട്ടുള്ള ഒരു സംഭവങ്ങൾ, ഈഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ച് പൊറപ്പിക്കരുത്. നിങ്ങളുടെ മനസ്സിനത് പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു എക്സാമിൽ ചിലപ്പോൾ നമുക്ക് മാർക്ക് കുറവായിരിക്കും, ചിലപ്പോൾ അപ്പുറത്തെ എക്സാമിൽ നമുക്ക് മാർക്ക് കൂടാം, ചിലപ്പോൾ വീണ്ടും കുറയാം. ബട്ട് നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നിങ്ങൾ ഈ കണ്ടമാനം പ്ലാനുകൾ മാറ്റിക്കൊണ്ടിരിക്കരുത്. അത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അതെൻ്റെ കുറേ ഫ്രണ്ട്സിനും അതേ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് കുറേ പ്ലാനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആകെ കൊളാക്കരുത്. പിന്നെ നിങ്ങൾക്കത് പാച്ചപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എല്ലാം കൂടിയിട്ടൊന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ അതൊരു പോയിൻ്റാണ്. അതായത് ഇപ്പോൾ ഞാൻ ടോട്ടൽ 3 പോയിൻ്റ് പറഞ്ഞു. ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, രണ്ടാമത്തത് ഈ കണ്ടമാന പ്ലാനുകൾ വയ്ക്കരുത്, മൂന്നത്തെ ഞാൻ വേറെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ മറന്നുപോയി. കുറേ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഏകദേശം. ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ഇടുന്നത്, ഇതെൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്, ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിക്ക് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. ലൈക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ സ്കോറൊന്നും അങ്ങനെ ലൈക്ക് ഒരു സ്കോർ നോക്കണില്ല ഞാൻ പറയരുത്, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. ബട്ട് നിങ്ങളത് മാത്രം നോക്കരുത്. നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയാലും നിങ്ങൾക്ക് സ്കോർ വരുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ ലൈക്ക് എല്ലാവരും വിചാരിക്കുന്നത്, ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതാണ്. ഞാനടക്കം ഈ സ്കോർ കുറയുന്ന സമയത്ത് എനിക്കിത് കിട്ടില്ല. ലൈക്ക് ആദ്യം സ്കോർ കുറഞ്ഞു, പിന്നെയും കുറഞ്ഞു. പക്ഷേ 4ാമത്തെ എക്സാം എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് കണക്കൂട്ടില്ല. ആ സമയത്ത് എൻ്റെ ഫ്രണ്ടിന് എന്നൊക്കെ മാർക്ക് കൂടുതലുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ എൻ്റെ ഇൻക്രീസൊക്കെ ഞാൻ നോക്കണില്ല, ആ ലെവലൊക്കെ എൻ്റെ കാര്യങ്ങൾ. അതൊന്നും നിങ്ങൾ മാക്സിമം ചെയ്യാൻ. നിങ്ങൾ ഈഗോ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളും കമ്പാരിസൺ, നിങ്ങളുടെ മാർക്കിനെ കമ്പയർ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയാൽ, നിങ്ങൾ അപ്പുറത്തെ ആ ഫ്രണ്ടിൻ്റെ ഗ്രോത്ത് കുറഞ്ഞോ, ആ സംഭവം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അത് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ വേണം, എങ്കിലല്ലേ നമുക്കൊരു പഠിക്കൽ തോര വരുള്ളൂ. ലൈക്ക് ബട്ട് അതൊട്ടും അൺഹെൽത്തി ആയത്, അതെനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇത് എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്, അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും ക്യാമറ ആംഗിളിലും. അതായത് വലിയ ക്യാമറ ഇതൊന്നും ഇല്ല, ഞാൻ ജസ്റ്റ് ജനലിൻ്റെ അവിടെ ക്യാമറ മീൻസ് മൊബൈൽ വെച്ചിട്ട് എന്തൊക്കെ ചെയ്തതാണ്. ഈ പറയുന്ന വാക്കുകൾ ശരിയാണെന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു ഐഡിയയിലൊക്കെ ചെയ്യുന്നതാണ്. എനിക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് തോന്നി, അതുകൊണ്ടൊരു വീഡിയോ എടുത്തു, അത്ര തന്നെ ഉള്ളൂ. ഇതിലെന്തുകൊണ്ട് ഞാൻ നീറ്റ് ഫെയിലായി എന്നുള്ളതാണ്. പിന്നെ എൻ്റെ നീറ്റ് സ്റ്റോറി, അതായത് ഈ ഫെയിലിയറാണ് ഇത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഒരു ഫെയിലിയർ സ്റ്റോറിയാണ്. ഇതൊട്ടും ഞാൻ അത് പറയാൻ അർഹനല്ല, എങ്ങനെ കിട്ടേണ്ടതെന്ന് പറയാനുള്ളൊരു വീഡിയോ ഇടാൻ ഞാൻ അർഹനയല്ല. ലൈക്ക് എനിക്കിത് കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ അത് എടുത്ത് പറയണത്. അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളൊരു ഇതിട്ടത്. ഇത് കാണുമ്പോൾ വെറുത്താവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് ഒന്നും ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ നീറ്റിന് കുറച്ചും കൂടി സ്കോർ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആയിരിക്കാം. അതാണ് എനിക്ക് പറയാനുള്ളൂ. ലൈക്ക് എല്ലാവരും പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുന്നതാണ് നമുക്കൊരു കാര്യമല്ല. ഇനിയിപ്പോൾ എൻ്റെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതൊന്ന് പറയുക, അത് തിരുത്താനുള്ള മാർഗ്ഗം കൂടി ദയവ് ഇത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ലൈക്ക് എന്നാലും എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ. ലൈക്ക് എന്താണ് അതെങ്ങനെ തിരുത്തേണ്ടതെന്നും കൂടി നിങ്ങളൊന്ന് പറഞ്ഞു തരിക. ഇത്ര തന്നെ ഉള്ളൂ. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.